എന്താണ് വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ എന്നും എന്താണ് വെബ്സൈറ്റിൻ്റെ മെറ്റാ ടൈറ്റിൽ എന്നും അതുപോലെ തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്നും അതുപോലെ തന്നെ H1 ടാഗ് എന്താണ്, H2 ടാഗ് എന്താണ്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എന്താണ് SEO എന്നുള്ളതും അതുപോലെ തന്നെ SEOയുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള കീവേഡ് റിസർച്ചും എങ്ങനെ ഒരു കീവേഡ് ഫൈൻഡ് ചെയ്യാന്നുള്ളതും ഒക്കെ നമ്മൾ നോക്കിയിരുന്നു അല്ലേ. ഇനി നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ കീവേഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കീവേഡ്സ് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റ് വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലേക്കോ ആ കീവേഡ്സ് എങ്ങനെ യൂസ് ചെയ്യാം SEOയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്കത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനാദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു വെബ്സൈറ്റിൽ എന്താണ് വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ എന്നും എന്താണ് വെബ്സൈറ്റിൻ്റെ മെറ്റാ ടൈറ്റിൽ എന്നും അതുപോലെ തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്നും അതുപോലെ തന്നെ H1 ടാഗ് എന്താണ്, H2 ടാഗ് എന്താണ്, ഇമേജിൻ്റെ ഓൾട്ട് ടാഗുകൾ എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഓൺ പേജ് SEO, അതായത് ഈ ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട SEO, അതിനെയാണ് ഓൺ പേജ് SEO എന്ന് പറയുന്നത്. ഈ ഒരു ഓൺ പേജ് SEO ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്കിനി ഓൺ പേജ് SEOയുടെ വെബ്സൈറ്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 9 ആയിട്ട് നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് അതിൻ്റെ ടൈറ്റിൽ ഓഫ് ദി വെബ്സൈറ്റ് ആണ്, രണ്ടാമത്തത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ, മൂന്നാമത്തത് മെറ്റാ കീവേഡ്, നാലാമത്തത് H1 H2 H3 ടാഗ്സ് ഒക്കെയാണ്, പിന്നെ അഞ്ചാമത്തത് കണ്ടന്റ് ഓഫ് ദി വെബ്സൈറ്റ്, 6 ഇമേജ് ഓൾട്സ്, അതുപോലെ തന്നെ ഇന്റേണൽ ലിങ്കിങ് അല്ലെങ്കിൽ ഇന്നർ ലിങ്കിങ് എന്ന് പറയും, ഏഴാമത്തത്, എട്ടാമത് SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള URLs, ഒമ്പതാമത് എക്സ്റ്റേണൽ ലിങ്ക്സ്. ഇത്ര കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഓൺ പേജ് SEOയുടെ വെബ്സൈറ്റ് സ്ട്രക്ചറിൽ വരുന്നത്. അതിൽ നമ്മൾ ആദ്യം തന്നെ എന്താണ് ടൈറ്റിൽ ഓഫ് ദ വെബ്സൈറ്റ് എന്ന് നോക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ടാബിൽ നമ്മൾ കാണിക്കുന്ന ഒരു ഇത് കണ്ടോ, ഇതാണ് നമ്മൾ വെബ്സൈറ്റിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ കേസിൽ ഇപ്പൊ ഈ ഒരു galtech.org എന്നുള്ള വെബ്സൈറ്റിന്റെ കേസിൽ ഇപ്പൊ നമ്മളിവിടെ മൗസ് ഓവർ വെച്ച് നമുക്ക് കാണാൻ പറ്റും ഗാൽടെക് ഹോം, ഗാൽടെക് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതാണ്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പനി ഇന്ത്യ അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് ഇതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇതിന്റെ കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ വ്യൂ സോഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള ടൈറ്റിൽ കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ രണ്ടാമതായിട്ടുള്ളത് അതിന്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആണ്. നമ്മൾ ഈ വെബ്സൈറ്റിന്റെ ഉള്ളിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് നമ്മൾ എടുത്തു, അതിനുശേഷം അതിന്റെ സോഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കാണിക്കും. മനസ്സിലായോ? ഈ ഡിസ്ക്രിപ്ഷൻ ആണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്. കണ്ടോ, ഇവിടെ ഗൂഗിളിൽ കാണിച്ചിട്ടുള്ളത് കണ്ടോ, ഇത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത് കേട്ടോ. അതാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് മെറ്റാ കീവേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവരിവിടെ കീവേഡ്സ് കൊടുത്തിട്ടുണ്ടോ, സോഫ്റ്റ്വെയർ കമ്പനി ഇൻ കൊച്ചി, ഇതൊക്കെയാണ് മെറ്റാ കീവേഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് H1 H2 ടാഗ്സ് ആണ്. അതായത് ഇതിൽ തന്നെയുള്ള വെബ്സൈറ്റിൽ ഇപ്പൊ ഈ ഒരു വെബ്സൈറ്റിന്റെ ഉള്ളിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു സംഭവം കണ്ടോ, ഇത് ഇതിലൊരു വലിയൊരു കീവേഡ് ആണ്. ഇത് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവർ കൊടുത്തിട്ടുള്ള കണ്ടോ, H1 എന്ന് പറഞ്ഞ ടാഗിന്റെ ഉള്ളിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇപ്പൊ നമ്മൾ ഇതിലിപ്പോ നമ്മൾ കണ്ടു, ഇവിടെ നമ്മൾ അവർ കൊടുത്തിട്ടുള്ള H1 ടാഗ് ആണെന്ന് കണ്ടു അല്ലെ. ഇനി ഇതുപോലെ തന്നെ അവർക്ക് ഇതിലും കുറഞ്ഞ കീവേഡ്സ് ഒക്കെ നമ്മൾ ഇവിടെ വേണ്ടി ഇത് ചിലപ്പോൾ ഒരു H2 ടാഗിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ഇത് ചിലപ്പോൾ H3-യിലായിരിക്കാം. അങ്ങനെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയ കീവേഡ്സ് എല്ലാം നമുക്ക് H ടാഗുകൾ നമ്മൾ കൊടുക്കും. ഇതാണ് നമ്മൾ അടുത്തായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇനി അത് കഴിഞ്ഞ് അഞ്ചാമത് കണ്ടന്റ് ഓഫ് ദി വെബ്സൈറ്റ് ആണ്. അതായത് ഈ ഒരു വെബ്സൈറ്റിന്റെ കണ്ടന്റ് ഇവർ കൊടുത്തിരിക്കണുണ്ടോ, അതായത് ഇവിടെ ഒരു കമ്പനിയെ കുറിച്ചിട്ടുള്ള അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ള അവരുടെ കീവേഡ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കീവേഡ് സെർച്ചിൽ ഫൈൻഡ് ചെയ്തില്ലായിരുന്നു, ആ ഒരു കീവേഡ്സ് അവർ ഇതിൻ്റെ കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് കണ്ടന്റ് ഓഫ് ദ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ള ഇമേജ് ഓൾട്ട്. ഇമേജ് ഓൾട്ട് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇമേജ് കണ്ടോ ഇവിടെ, അപ്പൊ ആ ഒരു ഇമേജിന് അവര് ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ആ ഒരു ഇമേജിന് എളുപ്പം അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ കേസിൽ അവരത് കൊടുത്തിട്ടില്ല. സാധാരണ നമ്മളിവിടെ ഓൾട്ട് ടാഗുകൾ ആഡ് ചെയ്യും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ട് ടാഗ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നമ്മുടെ കീവേഡ്സ് നമ്മൾ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ അവര് ഓൾ ടാഗുകൾ അതിൻ്റെ ഉള്ളവർ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, ഇതിപ്പോ അവര് ഈ ഒരു കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇമേജിന് അവർ കൊടുത്തിരിക്കുന്ന ഓൾ ടാഗ് എന്ന് പറയുന്നത് സർവീസ് മൊബൈൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതാ ചിലപ്പോൾ അവരുടെ കീവേഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരതിനൊരു ഓൾ ടാഗ് ജസ്റ്റ് ഇവിടുത്തെ കൊടുത്തു. സാധാരണഗതിയിൽ നമ്മൾ ഓൺ പേജ് SEO കൊടുക്കുമ്പോൾ ഇമേജസിനെല്ലാം നമ്മൾ നമ്മുടെ കീവേഡ്സ് വെച്ചിട്ട് ഓൾ ടാഗ് അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അതാണ് നമ്മൾ ചെയ്യുന്ന
ആറാമത്തെ കാര്യം. ഇനി നമുക്ക് എന്താണ് ഇന്റേണൽ ലിങ്ക്സ് എന്ന് നോക്കാം. ഇന്റേണൽ ലിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടോ, ഈ വെബ്സൈറ്റിന്റെ ഉള്ളിൽ നിന്ന് ഇതിന്റെ ഉള്ളിൽ തന്നെയുള്ള വേറെ പേജുകളിലേക്ക് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേജിലേക്ക് പോകും. മനസ്സിലായി? ഇതാണ് ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഉള്ളത് SEO ഫ്രണ്ട്ലി URLs. അതായത് ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന്റെ URL കണ്ടോ, ഇതിൽ ആ ഒരു വെബ്സൈറ്റിന്റെ URL അവർ കീവേഡ് ആഡ് ചെയ്തിരിക്കുകയാണ് കണ്ടോ. SEO സർവീസസ് AI സർവീസസ് AI സൊല്യൂഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് അവരുടെ കീവേഡ് അതിന്റെ URL കൊടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മൾ SEO ഫ്രണ്ട്ലി URLs എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ ലിങ്ക്സ് ഉണ്ട്. ഇതും ഇതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് SEO ഫാക്ടർ ആണ്. അതായത് ഈ ഒരു വെബ്സൈറ്റിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിലേക്ക് ലിങ്കുകൾ കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ നമ്മൾ ഈ ഷോപ്പിഫൈ എന്നുള്ളൊരു പേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറൊരു എക്സ്റ്റേണൽ സൈറ്റിലേക്ക് നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ അതിൽ കൊടുത്തിട്ടില്ല. അത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നമുക്ക് ഓൺ പേജ് SEOക്ക് വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ 9 കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓൺ പേജ് SEOയിൽ നമ്മൾ ചെയ്യുക. അപ്പൊ അത് എങ്ങനെയാണ് വെബ്സൈറ്റിൽ ചെയ്യുക എന്നുള്ളത്, ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡ് എടുത്ത് അതിലെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെക്ക് ചെയ്യാം.